ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് നടന്ന് പോയി നോക്കാം. അപ്പം എന്തൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകളെന്നൊന്ന് നോക്കാണ്ട് നമുക്ക് രണ്ട് ചെടികളിൽ കൂടി ഇതുണ്ടോ വെള്ളിറ്റ് വീഴുന്നുണ്ടോ, എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. ആണ്ടോ ഹായ് വീഴുന്നുണ്ടോ? അതെ അതിൻ്റെ താഴെ നിന്ന് വീഴുന്നുണ്ട്. എന്താ ഭംഗിയല്ലേ. അപ്പോൾ ഈ ഭംഗിയൊന്നും കാണാൻ പലരും രാവിലെ എഴുന്നേൽക്കില്ല എന്നുള്ളതാണ്. കൊണ്ട് ഇത് നോക്കിക്കത് അതെ വെള്ളിച്ച് വീഴാൻ പോയാണോ. അയ്യോ ഉണ്ട്. അങ്ങനെയുള്ള ഭംഗികളൊക്കെ കാണുമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സംഭവമല്ലേ. അപ്പം നമ്മൾ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കാം, ഈ പ്രകൃതിയുടെ ഭംഗിയൊക്കെ എന്നാണ് കണ്ടോ. ആകാശത്തേക്കൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടായ ഒരാകാശം കാണുന്നുണ്ടോ, ആ മരത്തിനിടയിലേക്കൊരു എന്ത് ഭംഗിയാണ്. ആ ഒരു ഇത്തിരി കാർമേഘവും ആ ഒരു വെളുപ്പും ആ ഒരു കറുപ്പും എല്ലാം കൂടി ചേർന്ന് കാണുന്നിട്ടുള്ള ആ ഒരു ചാര കളറ് കാണാൻ എന്ത് ഭംഗിയാണല്ലേ. അപ്പം എനിക്കൊരു ചെടിയുണ്ട്, അതിനൊരു പൂ വിരിഞ്ഞിട്ടുണ്ട്. പൂ കാണാമോ ഒന്നറിയില്ല. അത് ഉണ്ടോ, ഇത്തിരി ഒരു ചെടി ഇതിലിങ്ങനെ മഴയായതുകൊണ്ടാണെന്ന് തോന്നിട്ട്, മഴയായതുകൊണ്ട് അതിനകത്ത് പൂവെല്ലിങ്ങനെ പോകുന്നുണ്ട്. ഇതുണ്ട്, എനിക്ക് പൂ കാണുന്നില്ലേ. ഉണ്ടോ പൂ, അതെ പൂ കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ എത്ര മനോഹരമാണ്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ 5-5:30 മണിക്കൊക്കെ എഴുന്നേൽക്കണം ഈ ഭംഗി കാണണമെങ്കിൽ. പക്ഷെ ആരും അങ്ങനെ എഴുന്നേൽക്കില്ല എന്നാണ്. എനിക്ക് രാവിലെ എഴുന്നേൽക്കുന്ന ഇഷ്ടമാണ് കേട്ടോ. ഞാൻ രാവിലെ എഴുന്നേൽക്കും, കുളിക്കും. പിന്നെ നമുക്കിതാ കാണുന്നില്ലേ, നെറ്റിയിലെല്ലാം വലിയ കുറിയൊക്കെ വരച്ച് വെച്ചിട്ട് എനിക്കതില്ലെങ്കിൽ എനിക്കൊരു ദിവസം പട്ടിണി കിടക്കുന്നത് പോലെ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു സംഭവമാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഞാൻ ഇങ്ങനെ ഇത്തിരി അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. ഇത് റോഡാണ്. ഇവിടെ ഇല്ല, ഈ ചെടിയുടെയൊക്കെ ഭംഗി നോക്കിക്കേണ്ടത്. ഇത് കാണാനത് എന്നാ ഭംഗി കാണുന്നുണ്ടോ, എന്ത് കാണാനുണ്ടോ. അതെ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. ഇതൊക്കെയല്ലേ കാണാനുള്ളത്. ഇതൊക്കെ കാണുന്നതിൻ്റെ ഇന്നലെ കുറച്ച് കുടുംബശ്രീക്കാർ വന്നിട്ട് ഇതിങ്ങനെയൊക്കെ അങ്ങ് ആക്കി വെച്ചിട്ടൊക്കെ പോയിട്ടുണ്ട്. വലിയൊരു കൊലയൊക്കെ അവിടെ തൂങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വീട് എന്ന് പറയും. അപ്പം ഞാൻ രാവിലെ ഇതിലേക്കൊന്ന് ഞാൻ ഇങ്ങനെ നടക്കും. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു എല്ലാവരും പിന്നെ അധികാളും വലിയ വീടിനകത്തൊക്കെ കിടക്കുന്നവരൊന്നും ഈ സമയത്ത് എഴുന്നേറ്റ് പ്രകൃതിയൊന്നും നോക്കില്ല. അവർക്ക് ഏതെങ്കിലും ഒരു കഥ കറന്ന് നേരെ അടുക്കളയിലേക്കൊക്കെ പോകുന്ന പരിപാടിയായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എല്ലാവരും കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ എൻ്റെ സംഭവം ഇതാണ്. അപ്പോൾ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്കും കൂടി എൻ്റെ ഈ പ്രകൃതിയുടെ ഭംഗി, ഈ സുപ്രഭാതം നിങ്ങൾക്കും കൂടി കാണിച്ചു തരികയാണ്. അപ്പോൾ സുപ്രഭാതം കാണാതെ ഉറങ്ങിപ്പോണവരെല്ലാം ഈ സുപ്രഭാതം നോക്കി കാണുക. ഇതെൻ്റെ ചിന്നുവിൻ്റെ കൂടാണ് കേട്ടോ. ചിന്നുവിനെ ഞാൻ പിന്നെ ഒരു ദിവസം പരിചയപ്പെടുത്താം. ഓക്കെ, താങ്ക് യു. എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.